ബിഗ് ബോസ് 7-ലെ കരുത്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഷാനവാസ്. താൻ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഷാനവാസ് ഹൗസിൽ ആരോടും പറഞ്ഞിരുന്നില്ല. ആദ്യത്തെ ആഴ്ചയിൽ ഷാനവാസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടെന്ന് പറഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിൻ്റെ കുടുംബാംഗങ്ങൾ ഷാനവാസുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചിരുന്നു. പിന്നാലെ അക്ബറുമായുള്ള മഞ്ഞുരുകൾ സംസാരത്തിനിടയിലാണ് എപ്പോൾ വേണമെങ്കിലും വീണേക്കാവുന്ന ഒരാളാണ് താനെന്ന നിലയിൽ ഷാനവാസ് സംസാരിച്ചത്. നേരത്തെ ജിസലും റണയും ഷാനവാസ് തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഇത്രയും ദേഷ്യപ്പെടുന്ന സമയത്ത് ഇക്കയ്ക്ക് ഉത്കണ്ഠ കൂടുന്നത് പോലെ തോന്നുമെന്നും റണ പറഞ്ഞിരുന്നു. ഈ സമയത്ത് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് ഷാനവാസ് കരയുകയും ചെയ്തതാണ്. ഒരു വട്ടം ഹൃദയാഘാതം വന്നതാണെന്നും 10 മിനിറ്റ് വ്യത്യാസത്തിലാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നും ഷാനവാസ് അക്ബറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. പക്ഷേ ബിഗ് ബോസ് പോലെ ഇത്രയും സമ്മർദ്ദം നിറഞ്ഞ വലിയ ഫിസിക്കൽ ടാസ്കുകൾ വരുന്ന ഷോയിലേക്ക് വന്നത് തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണെന്ന് താരം അന്നേ വെളിപ്പെടുത്തിയതാണ്. ജീവനിൽ പേടിയൊന്നുമില്ല, ഉപ്പയുടെയും ഉമ്മയുടെയും മരണം തന്നെ ആകെ തളർത്തിയിട്ടുണ്ട്. അക്ബറിനോട് ഷാനവാസ് പറഞ്ഞത് അങ്ങനെയാണ്. പ്രവാസിയായിരുന്ന ഷാനവാസിൻ്റെ ഉപ്പ അവിടെ വെച്ചാണ് മരിച്ചത്. മരിക്കുമ്പോൾ ഉപ്പയ്ക്ക് 45 വയസ്സോളം മാത്രം പ്രായം. എൻ്റെ പ്രായം എത്തിയപ്പോൾ തന്നെ ഉപ്പ മരിച്ചുപോയി. ആ പ്രായത്തിലെത്തി നിൽക്കുന്ന തനിക്കും എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന അർത്ഥത്തിലാണ് ഷാനവാസ് അക്ബറിനോട് സംസാരിച്ചത്. എന്നാൽ അക്ബറിനോട് ഉൾപ്പെടെ കൊമ്പ് കോർത്ത് കയ്യാങ്കളിയുടെ വക്കിൽ നിൽക്കുമ്പോഴും ടാസ്കുകൾ ചെയ്യുമ്പോഴും ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ഷാനവാസ് ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നടന്ന തൊപ്പി ടാസ്കിൽ ഉൾപ്പെടെ മാക്സിമം എഫേർട്ട് എടുത്തായിരുന്നു ഷാനവാസിൻ്റെ പ്രകടനം. തൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഷാനവാസ് ശ്രമിച്ചിട്ടില്ല എന്നതും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. ഇതുപോലെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ.